ബഹുമാനപ്പെട്ട ശ്രീ കെ രാമചന്ദ്രൻ, അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സാർ, ഞാൻ ഈ ഉപദാന അഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടൽ നടത്തിയിട്ടും സ്ഥായിയായ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ഈ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിച്ച ഈ ഘട്ടത്തിൽ വിവിധ മേഖലകളിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ധനകാര്യ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ആ ടീം ഇടപെടൽ നടത്തുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പ്രതിശിഷ്ട വരുമാനം അതിപ്പോൾ ഇന്നലെ ഉണ്ടായതല്ല, കുറച്ച് നാളുകളായി നമ്മളത് മറ്റ് ദേശീയ ശരാശരിയെ നോക്കുമ്പോൾ 1.5% നമുക്ക് അതിന് 1.5% മടങ്ങ് നമ്മൾ വർദ്ധിച്ചിരിക്കുകയാണ്. കൂടുതലാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മളുടെ റവന്യൂ വരുമാനം വർദ്ധിക്കുന്നു. അത് GST-യിൽ നമുക്ക് 6.6% നമുക്ക് ഉയരാൻ കഴിയുന്നു. അപ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മളിതിൻ്റെ ഇടയിലും മുന്നേറ്റങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് 205 ലക്ഷം കോടി രൂപയാണ് കടമെടുത്തിട്ടുള്ളത്, 5.8%. നമുക്ക് 3% അർഹതയുണ്ട്, അത് നമുക്ക് എടുക്കാൻ അനുവദിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 3.5% നമുക്കത് അനുവദിച്ച് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാവരും ചേർന്ന് നമുക്ക് അർഹതപ്പെട്ട അവകാശം നേടിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടതല്ലേ. പ്രതിപക്ഷം എല്ലാ കാലത്തും ഇങ്ങനെ വന്ന പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ പ്രത്യേക നിലപാട് സ്വീകരിച്ചതിൻ്റെ ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചവരാ പ്രതിപക്ഷം. പ്രളയകാലത്തും കോവിഡ് കാലത്തൊക്കെ നമ്മളത് കണ്ടതാണ്. പലതരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യം വന്നപ്പോഴൊക്കെ അതിന് തടസ്സം നിൽക്കാനൊക്കെ വലിയ പരിശ്രമം നടത്തി. അതൊക്കെ ജനങ്ങൾ കണ്ടതാണ്. ആ അനുഭവം നിങ്ങൾ മറക്കാതിരിക്കണം. ഇവിടെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ച് ഈ ഗവൺമെൻറ്റിനെ ശിഥിലീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. അതിൻ്റെ കൂടെ നിങ്ങൾ നിന്നുപോകുന്നത്, പ്രതിപക്ഷം നിന്നുപോകുന്നത്, അത് എത്രമാത്രം നന്നായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ഇപ്പോൾ NHM പോലെയുള്ള പദ്ധതികൾ, നമുക്ക് NHM അത് സംസ്ഥാനവും കേന്ദ്രവും ഒരു സംയോജിത പദ്ധതിയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി അത് രൂപപ്പെടുത്തിയതാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത ചെലവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ ഒരു തുകയൊന്നും അതിനകത്ത് വരുന്നില്ല. വന്ന തുക തന്നെ അതിനുവേണ്ടി നീക്കിവെക്കപ്പെടുന്നു എന്ന് പറയുന്ന തുക പോലും നമുക്കത് അനുവദിക്കുന്നില്ല. അത് പ്രതിഷേധാർഹമായ കാര്യമല്ലേ. ആശാ വർക്കർമാർ, അങ്കണവാടി ടീച്ചർമാർ, അതൊക്കെ ദേശീയ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് നടത്തുന്ന പദ്ധതികളാണ്. അതിൻ്റെ വിഹിതങ്ങൾ കിട്ടുന്നില്ല. സാമൂഹ്യ പെൻഷൻ, അതിൻ്റെ വിഹിതങ്ങൾ ലഭ്യമാകുന്നില്ല. അങ്ങനെ ന്യായമായ രീതിയിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതങ്ങൾ പോലും തടഞ്ഞു വെച്ച് ജനങ്ങൾക്ക് ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ കിട്ടാത്തൊരവസ്ഥ സൃഷ്ടിക്കുകയാണ്. അങ്ങനെ സൃഷ്ടിച്ച് ജനങ്ങളുടെ ഇടയിൽ അതൃപ്തി ഉണ്ടാക്കി, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് ഗുണകരമാവും എന്ന് കണ്ടിട്ടാണ് ഈ പ്രതിപക്ഷം അത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. പക്ഷെ അത് നമ്മുടെ നാടിന് ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യമായി മാറും എന്ന് നിങ്ങൾ കാണേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാം, നമ്മളുടെ ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും നിരവധി പദ്ധതികൾ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ മിഷനുകൾ, ലൈഫ് മിഷനാണെങ്കിലും, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇപ്പോഴാണെങ്കിൽ പൊതുഗതാഗതം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കുക. അപ്പോൾ ആ രീതിയിൽ ഇടപെടൽ നടത്തി മുന്നോട്ട് പോവുക. എനിക്ക് ഒരു 1-2 കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്,
രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പുതുക്കാട് KSRT സ്റ്റാൻഡ് ഒരു ഈ മൊബിലിറ്റി ഹബ്ബായിട്ട് ഇത് ബസ്സിൻ്റെയൊക്കെ പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഒരു മധ്യത്തിലുള്ള ഒരു സ്ഥലം പുതുക്കാട് KSRT സ്റ്റാൻഡ് NHയിലുള്ള 4 ഏക്കറോളം വരുന്ന സ്ഥലം അത് KSRTC വിഭാവനം ചെയ്ത പദ്ധതിയാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ പ്രത്യേകമായി അതിങ്ങനെ പറഞ്ഞൊരു പദ്ധതിയില്ല. അവർ വിഭാവനം ചെയ്ത് ആ KSRTCയെ ലാഭകരമാക്കുന്നതിന് വേണ്ടി ആ 4 ഏക്കർ സ്ഥലത്ത് ഒരു വലിയ ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ച് പ്രോജക്റ്റ് ഉണ്ടാക്കി. അത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു കിഫ്ബിയുടെ സഹായത്തോടു കൂടി ആ പദ്ധതി നടപ്പാക്കും. നയപ്രഖ്യാപനം കഴിഞ്ഞ് ബഡ്ജറ്റ് പ്രസംഗത്തിലും അത് കാര്യം പറഞ്ഞതാണ്. വർഷം 3 ആവുകയാണ്. അത് നമുക്ക് അറിയാം. ഇപ്പോൾ കിഫ്ബിയുടെ മേലെയൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. KSRTCയുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അത് ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വ്യവസായ വകുപ്പ് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ അല്ല. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള സംരംഭക സഭ ഉൾപ്പെടെ സംഘടിപ്പിച്ച് അത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സൂക്ഷ്മ ചെറുകിട പിന്നെ ഇടത്തരം വ്യവസായ പദ്ധതികൾ ഒക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. വിജയകരമായി മുന്നോട്ട് പോകുന്നു. 1-2 കാര്യങ്ങൾ കൂടി പറയാനുള്ളത്. മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഇവിടെ ജലസേചന വകുപ്പ് മന്ത്രി വകുപ്പ് മന്ത്രി വലിയ ഇടപെടൽ നടത്തി തോട്ടുമുഖ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഫണ്ടൊക്കെ അനുവദിച്ചു. അത് പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിനുള്ള ഫണ്ട് അനുവദിച്ചു. വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഈ അവസരത്തിന് പ്രത്യേകം മന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. അവിടെ ഇനി വെള്ളം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ KSEB ആയിട്ട് സംയുക്തമായിട്ട് നടത്തേണ്ടതുണ്ട്. ആ കാര്യം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അവിടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡിൽ ഗർത്തം വന്നിട്ട് ഇപ്പോൾ 2.5 വർഷമായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പഠന റിപ്പോർട്ടുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അത് പൂർത്തീകരിക്കാൻ വേണ്ടി ആ പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ സഹകരണ മേഖല നമ്മുടെ കേരളത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമാണ് സഹകരണ സ്ഥാപനം. 2 ലക്ഷം കോടിയോളം വരുന്ന ഈ മേഖലയെ അത് കൈവശപ്പെടുത്താൻ വേണ്ടി കോർപ്പറേറ്റുകൾ വലിയ ഇടപെടൽ നടത്തുക. സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട സഹകരണത്തെ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകിച്ച് ആഭ്യന്തരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ അമിത്ഷായുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ കീഴിൽ ഒരു വകുപ്പ് ഉണ്ടാക്കി മൾട്ടി സ്റ്റേറ്റ് പർപ്പസ് സൊസൈറ്റി എന്ന നിലയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വായ്പ കൊടുക്കാവുന്നതും ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ കഴിയാവുന്നതുള്ള സഹകരണ സ്ഥാപനം ഉണ്ടാക്കി നമ്മുടെ ഈ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, വിജയ് മല്യയും നീരവ് മോദിയൊക്കെ നമ്മുടെ നാട് വിട്ടുപോയി. 10,000-കണക്കിന് കോടി രൂപയാണ് അവർ അപഹരിച്ചത്. ഈ സഹകരണ ബാങ്കിൽ നിന്ന് 1 രൂപ പോലും അവർക്ക് എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ മേഖലയെ കൈവശപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ റേഷൻ കടകളിലേക്ക് കൊണ്ടുവരുന്ന അരി, അത് എല്ലാ മാസവും ആരംഭത്തിൽ തന്നെ അത് വിതരണം ചെയ്യാൻ കഴിയണം. മാസാവസാനം എത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിരവധി അരി വാങ്ങി, ഈ റേഷൻ കടകളിൽ നിന്ന് അരി വാങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് അരിയൊക്കെ നിന്നല്ലോ. ഇപ്പോൾ ഇലക്ഷൻ്റെ ഭാഗമായി പ്രത്യേക അരിയൊക്കെ നമ്മൾ കണ്ടതാണ്. അരിയൊക്കെ പോയി. അത് ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള അരികളായിരുന്നു. നമ്മൾ സാധാരണക്കാരൻ എന്നും വാങ്ങി പോകുന്ന റേഷൻ കടകൾ, അവിടെ ഈ അരി വിതരണത്തിൻ്റെ രംഗത്തുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ അതിൻ്റെ തൊഴിലാളികൾ ഇവിടെ സമരത്തിലാണ്. ആ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ, അല്ലേ? ബീഹാറിൽ പാലങ്ങളിങ്ങനെ അതൊരു കഥയായി മാറുകയാണ്. ഓരോ ദിവസം പാലങ്ങൾ തകർന്നു വീഴുക. എന്തുകൊണ്ടാണ് ആ പാലത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത്? UDFൻ്റെ ഭരണകാലത്തെക്കുറിച്ച് ഓർമ്മ വരും ആളുകൾക്ക്. എവിടത്തെ പഞ്ചവടി പാലം, അല്ലേ? പാലാരിവട്ടം പാലം. നെഞ്ചിടിപ്പാണ്, നെഞ്ചിടിപ്പ്. ആർക്ക്? UDFന് നെഞ്ചിടിപ്പാണ്. അവിടെ വീഴുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ഇപ്പോൾ കാണുന്ന പൊതു അവസ്ഥ, ഈ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇതര സംസ്ഥാനങ്ങളിൽ
നടന്നുകൊണ്ടിരിക്കുന്ന ആ പൊതു അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു. അത് നമ്മൾ കാണാൻ കഴിയണം. എല്ലാ മേഖലയിലും നമ്മൾ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ മുന്നേറ്റങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി പല രീതിയിലുള്ള കുലിച്ച ശ്രമങ്ങൾ നടക്കുന്നു. വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കെതിരായി വലിയ അപവാദ പ്രചരണങ്ങൾ നടക്കുന്നു. ഒറ്റപ്പെട്ട ചെറിയ കാര്യങ്ങളെയൊക്കെ എടുത്ത് വാർത്തകളാക്കി പർവ്വതീകരിച്ച് അതിൻ്റെ ഭാഗമായി കുഴപ്പങ്ങളുണ്ടാക്കി. നമ്മൾ കണ്ടുല്ലോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അല്ലേ, അവിടെ ആകെ കുഴപ്പമെന്ന് പറഞ്ഞ്. പക്ഷെ SFIനെ ജയിപ്പിച്ചപ്പോൾ എന്തുണ്ടായി? ആക്രമണം നടത്തിയതായി. ഇങ്ങനെ ഓരോ കഥകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ശരിയായ രീതിയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാവുന്ന പ്രവർത്തന പരിപാടികളായി മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉപധന അഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.